ഒരുപാടില്ല. ഇതൊക്കെയും നമ്മുടെ മൈൻഡിൽ നമ്മളൊന്ന് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും കേപ്പബിളാണ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മനസ്സിലാക്കുവാനും വിലയിരുത്താനും ഒക്കെ കേപ്പബിളാണ്. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും ചാർജ് കൂട്ടിയിടും, പൈസ കൂട്ടിയിടും. എന്തുകൊണ്ടാണെന്നറിയോ? പണി കൂടുന്ന അവർക്ക് എപ്പോഴും നമ്മൾ ഡബിൾ എഫേർട്ട് എടുക്കും. അത് നമ്മളുടെ മൈൻഡിൽ അങ്ങനെയാണ്. അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് തിങ് നമുക്ക് ഡെലിവർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലോട്ട് നമ്മൾ എത്തിച്ചിട്ടില്ലെങ്കിൽ ബന്ധം തകരും. ആ ക്വാളിറ്റിയിലോട്ട് എത്തിക്കപ്പെടാൻ നമുക്ക് ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് ഇവിടെ വരും. അവരുടെ കയ്യിൽ നമ്മുടെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കും. രാത്രി 12 മണിക്കാണെങ്കിലും ബിസിനസ് ഫോൺ എടുത്തിട്ടില്ലെങ്കിലും പേഴ്സണൽ ഫോണിലോട്ട് അത് കോൾ വരും. അറ്റൻഡ് ചെയ്യുമ്പോൾ കോസ്റ്റാണത്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് നമ്മളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എത്രത്തോളം ആളുകൾ യോജിക്കുന്ന എനിക്കറിയില്ല. അവർക്ക് എപ്പോഴും സർവീസ് ഇൻഡസ്ട്രിയിൽ അവിടെ നമ്മുടെ കമ്മിറ്റ്മെന്റ് കൂടുതലാണ്, എഫേർട്ട് കൂടുതലാണ്. ഡെഫിനറ്റ്ലി ആ ബന്ധങ്ങൾ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പടി ഞാൻ മുകളിലോട്ട് ഇട്ടിട്ടേ കൊടുക്കുള്ളൂ. ചെയ്തിട്ടില്ലെങ്കിൽ ബന്ധം നശിക്കില്ല. ചെയ്തില്ലെങ്കിൽ അത് എത്തുന്നില്ല. ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, അവരുടെ എക്സ്പെക്ടേഷൻ വലുതാണ്. അത് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്, കഴിഞ്ഞു. അവിടെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ഒന്നും പിന്നെ അവിടെ അല്ല, അത് അവൻ ചെയ്തോളൂ. ഇതാണ് ചിന്തിക്കുക. നമ്മളെ അറിയുന്ന ആളുകൾ. നോർമൽ കസ്റ്റമേഴ്സ് അങ്ങനെയല്ല, പ്രൊഫഷണലി ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അങ്ങനെയല്ല. അവിടെ വിൻ വിൻ സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാണ്, നിങ്ങൾ ഇത് ഇന്നത് എനിക്ക് ഡെലിവർ ചെയ്തിരിക്കണം, ഇത്ര സമയത്തിനുള്ളിൽ ഡെലിവർ ചെയ്തിരിക്കണം. കരാറുണ്ടായിരിക്കും, അഗ്രിമെന്റിൽ പറയും ഇത്ര സമയത്ത് ഇത് ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഡെലിവറി അതിനനുസരിച്ച് ഡിലേ വരും. അത് തരാൻ അവർ ബാധ്യസ്ഥരാണ്. അവിടെ അങ്ങനെയല്ല, അത് നമ്മുടെ ആളല്ലേ, അവൻ എവിടുന്നേലൊക്കെ കണ്ടെത്തിക്കോളും. കോണ്ടന്റ് അത് അവൻ ശരിയായിക്കോളും, അവൻ എടുക്കാനാണ്. ഇതൊക്കെ ഇവിടെ ഒരു അഡീഷണൽ ടാസ്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മള് യാസിക പറഞ്ഞ പ്രൈസ് കുറയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് കൂട്ടിയിടുകയാണ്. പക്ഷേ കൂട്ടിയിടുമ്പോൾ ഞാൻ അവരെ പറ്റിക്കുകയല്ല ചെയ്യുന്നത്. ആർക്കും കിട്ടാത്ത വാല്യൂ ഞാൻ അവിടെ കൊടുക്കുക. അതെ. അപ്പൊ പ്രൈസ് എന്ന് പറയുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതൊരു ഫിൽട്ടർ മാത്രമാണ്. മിനിമം പ്രൈസ് ഇത്രയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലോട്ട് വരുന്നവരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ വിൽക്കുന്ന സമയമാണ്. സമയം എനിക്ക് നീട്ടാൻ, ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും കഴിയില്ല. ഉള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും കൂട്ടി വിൽക്കുന്ന ഒരു പ്രവണതയും അവിടെ ഉണ്ട് എന്നുള്ളത്. അതാണ് ഞാൻ ആലോചിച്ച് ചിരിച്ചത്. നിങ്ങൾ കുറയ്ക്കുന്ന കാര്യം പറഞ്ഞു, ഞാൻ എപ്പോഴും ഓക്കെ. നമ്മൾ വീണ്ടും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിലേക്ക് തന്നെ വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ വഴി ഇങ്ങനെ പോകും. നമ്മളെ ഈ കസ്റ്റമറിന്റെ നേച്ചറാണ്. ഈ ചർച്ച 4ാമത്തെ ദിവസമാണ്. ഇനി ഇത് ദിവസങ്ങൾ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ നമ്മളൊന്ന് സമ്മറിയിലേക്ക് വരാണ്. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ ഒരു സാധാരണ ബിസിനസ് മാൻമാർക്ക് നമ്മൾ കൊടുക്കാനുള്ള ഉപദേശങ്ങളാണ് തുടങ്ങിയത്. എന്താണ് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? നമുക്ക് ബേസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ കസ്റ്റമറായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. മുഖത്ത് നോക്കി സംസാരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. ചില ആളുകൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കണ്ണിൽ നോക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, എസ്പെഷ്യലി ലേഡീസിന്. നമ്മുടെ ഭാര്യയ്ക്കും ലേഡീസിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കണ്ണിൽ നോക്കുന്ന പറഞ്ഞപ്പോൾ അതിലോട്ട് കടക്കാം. ആ കണക്ഷൻ വേണ്ടെന്നാ പറയാ ഭാര്യ. ഞാനതിൽ കമന്റ് പറയും, നിങ്ങൾ എവിടെ വേണേലും നോക്കിക്കോളൂ, നിങ്ങൾ 2 ആള് തമ്മിൽ. അല്ലല്ല, ഞാൻ കമന്റിനില്ല. നിങ്ങൾ എവിടെ വേണേലും നോക്കിക്കോളൂ, കണ്ണിൽ നോക്കരുത് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ഹെൽത്തി റിലേഷൻഷിപ്പിനുള്ള നമ്മൾ നെറ്റിയിലോട്ട് നോക്കി സംസാരിക്കുക, മൂക്കിലോട്ട് നോക്കി സംസാരിക്കുക. പക്ഷെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ഐ കോണ്ടാക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുഖത്ത് നോക്കി സംസാരിക്കുക, അതാണ് നമ്മൾ ഐ കോണ്ടാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മുടെ കോൺഫിഡൻസും അവർക്കും ആ റാപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ കഴിയും. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ചോദ്യങ്ങളാവാം, ചോദ്യം ചെയ്യലാവരുത്. നല്ല ഹെൽത്തി ടോക്സ്, അതായത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ബയാസ്ഡ് ആയിട്ട് പോകാനുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കുക. കാരണം അതൊക്കെ ആളുകൾ മറ്റൊരു തരത്തിൽ എടുക്കും.
സെയിൽ നടന്നിട്ടില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് അവർക്ക് കൈ കൊടുത്തിട്ട് സാറ് ശ്രമിക്കൂ, ഞങ്ങൾക്ക് ഇത് കഴിയാത്തത് കൊണ്ടാണ്, സാറ് ശ്രമിക്കൂ, എവിടെയും ബുദ്ധിമുട്ടുകൾ എവിടെയും സാറിന് സൊല്യൂഷൻ കിട്ടിയില്ല, സാറ് തിരിച്ചു വരും, നമുക്ക് എന്തെങ്കിലും പോകും വഴി ഉണ്ടാക്കാം. ഞാൻ ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ട്രിപ്പിനാണ് ഞാനത് മനസ്സിലാക്കിയത്. മലേഷ്യ പോയ സമയത്ത് ആളുകളൊക്കെയും ബിസിനസ് അവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന അന്ന് പോയി പണിയൊക്കെ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ ചിരിച്ചുകൊണ്ട് സാർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതാണ് അവിടുത്തെ നല്ലൊരു നമ്മുടെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് നിങ്ങൾക്ക് അവിടെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ കോമൺ കൾച്ചറാണ്. ഇങ്ങനത്തെ ഉണ്ട്, നല്ലതുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷന്റെ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യുന്നു. നമ്മൾ നടന്നു പോകുന്നുണ്ട്, വഴിയിൽ നടന്നു പോകണമെങ്കിൽ പിന്നിൽ വാഹനം വന്ന ഹോൺ അടിക്കില്ല, അവർ വെയിറ്റ് ചെയ്യും നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അത്രയും റെസ്പെക്റ്റ്. ചില സ്ഥലത്ത് ചില ട്രാഫിക് ജാമൊക്കെ വരുന്നിടത്ത് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക, പ്രശ്നമില്ല, അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മളുടെ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഒരുപോലെ. വളരെ അത്ഭുതകരമായി തോന്നി. അപ്പൊ ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അതാണ്. ഇതും കൂടെ ഒരു സാധാരണ ബിസിനസ്മാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ യാത്ര ചെയ്തിരിക്കുക. കാരണം യാത്രകൾ മാത്രമല്ല, ഷോപ്പുകൾ സന്ദർശിക്കുന്നു, പലരുടെയും അവർ ചെയ്ത ഐഡിയാസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അപ്പൊ എങ്ങനെയാണ് രാജ്യങ്ങളിൽ പോവുക, അവിടെയൊക്കെ പ്രത്യേകിച്ച് ഇവിടത്തേക്കാൾ ഉയർന്ന രാജ്യങ്ങളിലേക്ക് പോവുക. അപ്പൊ നമുക്ക് അവിടെ ഒന്നും കൂടെ നന്നായിട്ട് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തോ കാണാം. പിന്നീടാണ് ഇങ്ങോട്ടും വരുന്നത്. അതെ, നമുക്ക് സ്വീകാര്യമായത് അഡോപ്റ്റ് ചെയ്താൽ മതി. അഡോപ്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് അനുസരിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അറിവില്ലായ്മ കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് കൊണ്ട്, അറിവുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ ഇവിടത്തേക്ക് അനുസരിച്ച് കൊണ്ടുവരാം. അത് ഏത് ചെറുകിട ബിസിനസ്സുകാരനും പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ കസ്റ്റമറായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും അഞ്ചാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് യാത്രകൾ ഇതുപോലുള്ള സന്ദർശനങ്ങളിലൂടെ ആഡ് ചെയ്യാം. എന്നെങ്കിൽ അതിലൊരു ശ്രദ്ധയുണ്ടാവുള്ളൂ. ശരിക്കും ബിസിനസ്മാൻമാർ ഒരിക്കലും കൂടാൻ പാടില്ലാത്തതാണ് എന്ത് ഈ യാത്രകൾ. ഇതുപോലുള്ള മറ്റ് ബിസിനസ്സുകളെ കുറിച്ച് അറിയാനുള്ള ശ്രമങ്ങൾ, പഠിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെ? ഒരു വലിയ അത് നമ്മൾ വരുന്നുണ്ട്. നമ്മളിപ്പം ആദ്യം പറഞ്ഞത് ടൈം, രണ്ടാമത്തെ സിസ്റ്റം പറഞ്ഞു, മൂന്നാമത്തത് നമ്മൾ ഇന്റേണൽ കസ്റ്റമേഴ്സ് പറഞ്ഞു, നാലാമത്തത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇനിയൊരു 2 കീ ഫാക്ടേഴ്സ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ കാര്യങ്ങൾ വരുന്നത്, തീരുമാനങ്ങളും. ഞാൻ കരുതി ഇതോടെ കഴിഞ്ഞു വിചാരിച്ചിട്ടാണ് അഞ്ചാമത്തെ ഫുഡ് സ്റ്റോപ്പ് ഇടാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇപ്പോഴൊന്നും ഫുഡ് സ്റ്റോപ്പ് ആവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ. ഒരുപാടില്ല. ഇതൊക്കെയും നമ്മുടെ മൈൻഡിൽ നമ്മളൊന്ന് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയും കേപ്പബിളാണ്. ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മനസ്സിലാക്കുവാനും വിലയിരുത്താനും ഒക്കെ കേപ്പബിളാണ്.